300 തുടങ്ങി പ്രവാസി ജീവിതത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി എങ്കിലും ആ കിട്ടുന്ന വരുമാനവും ഒരു ലിമിറ്റായി. പ്രിന്റർ ബാത്റൂമിൽ സെറ്റ് ചെയ്യും, ലൈറ്റ് ഇരുട്ട് വേണ്ടേ, കളർ പ്രിന്റ് ചിലപ്പം കളർ പ്രിന്റ് ഓടിക്കേണ്ടി വരും. ഓരോന്ന് പറയുമ്പോഴും നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും. അതെ അതെ അതെ. അമ്മൂക്കയുടെ കൂടെ ഫോട്ടോട്ടും ഉണ്ടായിരുന്നു, അതിന്റെ പുറകെ ഓടി വരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഒരു 10-15 മിനിറ്റ് ഞാൻ എൻ്റെ ചിന്തകൾ എന്നെ പഴയ ഇതിലേക്ക് കൊണ്ടുപോകാൻ ജെപിക്ക് സാധിച്ചു. ജെപിയെ അറിയാത്ത തലമുറ ഇപ്പോൾ ഉണ്ട്. നമ്മളാണ് നമ്മളെ നമ്മളാക്കി മാറ്റി. അതാണ് അതിന്റെ എഴുതുന്ന ഒരാളാണ്, ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ആളാണ്, കത്തെഴുതിയത്. അതുകൊണ്ട് അതൊരു ക്യാമറയോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ അന്ന് പടെടുത്തത്. അവരുടെയൊക്കെ അന്നത്തെ ആ പവറാണ്. ഇപ്പം കമൽ സാറ് പോലും ഇപ്പം സൂം ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ടെലിയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50mm ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് സാറ് വിഷൻ കാണുന്നത്. ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് രാപ്പകൽ നടക്കുന്ന സമയത്ത് പിന്നെ മമ്മൂക്കയും ഭരതാമയും നയൻതാരയും ആ ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ ജെപി കുറെ നേരം കൊണ്ട്. നമസ്കാരം. നമുക്കറിയാം, ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മൂടി നടക്കുന്ന ഒരു ഫോട്ടോ കണ്ണുണ്ട്. ആ കണ്ണ് അകക്കണ്ണ് എന്നാണ് ഞാൻ കാണുന്നത്. നല്ല ചുറുചുറുക്കോട് കൂടി ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഓർക്കും വലിയ ചെറുപ്പക്കാരൻ, എന്നാൽ അത്രയും വലിയ ചെറുപ്പമല്ല, അത്രയും വലിയ പ്രായമല്ല. സ്നേഹത്തോടെ ജെപി എന്ന് വിളിക്കുന്ന ജയപ്രകാശ് പയ്യന്നൂർ. നമസ്കാരം ജെപി. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം. അല്ല, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ദുബായിൽ തന്നെ കറങ്ങാണല്ലോ നിങ്ങളൊരു സ്ഥാപനം ഇവിടെ തുടങ്ങി. നല്ല സന്തോഷം കേട്ടതിൽ. നാട്ടിൽ സാധാരണ മീഡിയയിലൂടെ ആണ് കൂടുതൽ കാണാറ്, പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. എനിക്ക് ഇവിടെ വന്ന്, ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും എപ്പോൾ വന്നപ്പോഴും എവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ജെപിയെ കാണും. എനിക്ക് അതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ, അന്ന് ചാക്കോച്ചനൊക്കെ വന്നില്ല, അതെ അതെ, കല്യാണം ജെപി എണ്ണാന്നൊരു വിളി ഉണ്ടായിരുന്നു. അതെ, ആ വീഡിയോ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ആ ഓർമ്മയെ അതെ. അതെന്ന് വെച്ചാൽ ഒന്ന് ജെപി അവൻ്റെ ചാക്കോയുടെ കല്യാണ ഫോട്ടോ എടുത്തത് ഞാനാണ്. അപ്പം അത് മാത്രമല്ല, ആദ്യത്തെ സിനിമ മുതൽ ഒരു പിന്നെ സിനിമയിൽ അപ്പുറം ഒരു സുഹൃബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ. അപ്പം അത് അവൻ്റെ ഉള്ളിൽ വന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അറിയില്ലായിരുന്നു അവൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതറിയ റിയാക്ഷൻ കണ്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. പെട്ടെന്ന് കാരണം അത്രയും തിരക്ക് കൂട്ടി. പിന്നെ മുകളില് ലാലേട്ടനുണ്ട്, ഫ്രെയിമില് പിന്നെ യൂസഫ് അലിക്ക് ഉണ്ട്. എല്ലാവരും ഉള്ള സമയത്താണല്ലോ ചാക്കോന്റെ വിളി. നല്ല സൗണ്ടിലാണ് വിളിക്കണേ. പക്ഷെ അവൻ ഷൂട്ട് ചെയ്തോണ്ടായിരുന്നു വിളിക്കണേ. പക്ഷെ അതെനിക്ക് തന്നു. ആ സാധനം വെച്ച് എനിക്കൊരു പിന്നെ ഇൻസ്റ്റയിൽ ഒരു സാധനം ചെയ്യാനും പറ്റി. അപ്പോൾ ഇത് തന്നെ എൻ്റെ കൂടെ ചേച്ചിയുടെ മകനുണ്ടായിരുന്നു. അപ്പോൾ അവനിത് വൈഡ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു യാദൃശ്ചികമായിട്ട്. പക്ഷെ എല്ലാം കൂടി വന്നപ്പോൾ കണക്ട് ചെയ്തപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് മാറി. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, ഷെയർ ചെയ്യുകയും ചെയ്തു. സ്നേഹത്തിന്റെ ആഴമാണ്. അതെ അതെ അതെ, അതാണ് അതിനൊറ്റ ഒരുപാട് പേഴ്സണലി നല്ല റിലേഷനാണ് അവരുമായിട്ട്. ചാക്കുമായിട്ട് 4-5 പടങ്ങൾ ചാക്കുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വപ്നക്കൂട്, അങ്ങനെ ഹൃദയത്തെ സൂക്ഷിക്കാം, അങ്ങനെ ഒരുപാട് സിനിമകൾ. പക്ഷെ എന്നാലും ഒരു സ്നേഹബന്ധം, ഒരു എന്തെങ്കിലും നമ്മളൊരു വിഷമമുണ്ടെങ്കിൽ പോലും അവനോട് നമുക്ക് ഷെയർ ചെയ്യാവുന്ന ഒരാളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സിനിമയിൽ വളരെ ചുരുക്കം ചിലരെ അങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്ന. കാരണം നമ്മളൊരു സിനിമയിൽ എപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി എങ്കിലും അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ ആ കിട്ടുന്ന വരുമാനവും ഒരു ലിമിറ്റായിരിക്കും. അതതിൽ കൂടുതൽ വരില്ല. ഇനിയിപ്പോൾ സിനിമ ഹിറ്റായാൽ പോലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിലപ്പുറം അങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊക്കെ ചാക്കോച്ചൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എൻ്റെ എറണാകുളത്തെ ഫ്ലാറ്റ് എടുക്കുമ്പോൾ പോലും എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ്. കാലഘട്ടത്തിന്റെ ഒരു മാറ്റം വലുതാണ് അല്ലേ? ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് മാറിയിരിക്കുന്നത് അല്ലേ? 80-90 സിനിമകൾ ഫോട്ടോ 80ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏകദേശം 55-60 ഫിലിംസിനോളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്ന മുമ്പ് ഒരു ഫോട്ടോഗ്രാഫർ ആണെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് സുനിൽ ഗുരുവായൂരുമായിട്ട് അദ്ദേഹമാണ് അല്ലേ അത് സിനിമയിൽ കൊണ്ടുവന്നത്. സുനിലേട്ടൻ്റെ കൂടെയാണ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം തന്നത് സുനിലേട്ടനാണ്. സുനിലേട്ടൻ്റെ പിന്നെ നരസിംഹം നടക്കുന്ന ഫസ്റ്റ് ഷെഡ്യൂൾ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ PN മേനോൻ സാറിൻ്റെ അയ്യപ്പൻ സീരിയൽ നടക്കുമായിരുന്നു. വിനീത് കുമാർ, കണ്ണൂരിലെ വിനീത് കുമാർ നായകനായിട്ട് അഭിനയിക്കുന്നത്.
അപ്പോൾ അന്ന് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാമായിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു പിന്നെ സിനിമ പോലെ തന്നെയാണത്. മേനോൻ സാറിൻ്റെ കൂടെയാണ്, ശോഭന പരമേശ്വരൻ സാറുണ്ട്, സുന്ദരുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഫുൾ ക്രൂ ഉണ്ട്. ഒപ്പം ശോഭന പരമേശ്വരൻ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു നിർമ്മാതാവായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിൻ്റെ ഡയറക്ട് ബോർഡ് അംഗമാണ് പുള്ളി. അപ്പം പുള്ളിയും ഈ വിനീത് കുമാറിൻ്റെ ഫോട്ടോ, അപ്പോൾ ഒരു ദിവസം എന്നോട് വിനീത് കുമാറിൻ്റെ അച്ഛൻ പറയുകയാണ്, കുറച്ച് ഫോട്ടോ മോൻ്റെ എടുക്കണം. പുള്ളി സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന ഒരാളാണ്, പഴയങ്ങാടി കരനാട്ടം. അപ്പം കരനാട്ടം പറഞ്ഞു എനിക്ക് മോൻ്റെ കുറച്ച് ഫോട്ടോസ് പ്രൊഫൈൽ പോലെ, പോർട്രേറ്റ് പോലെ അത് എടുത്ത് തരണം എന്നാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഞാനൊരു ദിവസം വൈകിട്ട് പോയിട്ട് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെമ്പല്ലിക്കുണ്ട് പാലമുണ്ട്, ആ പരിസരത്ത് വെച്ചിട്ടാണ് ഞാൻ ആ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു, ആ ഫോട്ടോസ് പ്രിൻ്റ് അടിച്ചു കൊടുത്തു. ഇതും കൊണ്ടാണ് മേനോൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ പോകുന്നത്, പിന്നെ വിനീതും അച്ഛനും പോകുന്നത്. അങ്ങനെയാണ് മേനോൻ സാറും ശോഭന സാറും ഇത് ആരാ എടുത്തതെന്ന് ചോദിക്കുന്നതും. അങ്ങനെയാണ് ഞാൻ പിന്നെ സിനിമയുടെ അയ്യപ്പൻ സീരിയലിൽ വർക്ക് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ട് നടന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 300 രൂപയാണ് എൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം. അപ്പോൾ ഒരു 10-60 ദിവസത്തോളം ഞാൻ അവിടെ വർക്കിലുണ്ടായിരുന്നു. ഇടയിൽ നല്ല മെയിൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴും പോകും. അഴകപ്പൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ക്യാമറമാൻ അഴകപ്പൻ ചേട്ടനായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സമയത്താണ് നരസിംഹത്തിൻ്റെ ഷൂട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ അവിടെ നടക്കണേ. അത്ഭുതത്തോടു കൂടിയാണ് ഓരോരോ പിന്നെ സിനിമയുടെ ഷൂട്ടിങ്ങും ലാലേട്ടൻ്റെ അഭിനയിക്കുന്നതൊക്കെ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കും. എപ്പോഴെങ്കിലും ഒരു മുഖം പടം എടുക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തോടെ തന്നെയായിരുന്നു നോക്കിയത്. അങ്ങനെയാണ് അവിടെ വേലപ്പൻ എന്ന് പറയുന്ന ആളെ അറിയായിരിക്കും, ആ ഡയറക്ടർ അവിടെ പിന്നെ ഒറ്റപ്പാലത്തുള്ള എല്ലാ സിനിമകൾക്കും ഷൊർണ്ണമുള്ള സിനിമകൾക്കൊക്കെ ആർട്ട് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേലപ്പൻ ചേട്ടനായിരുന്നു. അപ്പോൾ വേലപ്പൻ ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് സുല്ലേട്ടനെ പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ സുല്ലേട്ടനെ കാണുന്നു. സുല്ലേട്ടൻ എൻ്റെ ഐ ഡി കാർഡ് കൊടുക്കും. പക്ഷേ അതിന് ശേഷം ഒരു ദിവസം പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. പുള്ളി സ്ക്രീനിൽ അത്യാവശ്യം എഴുതുന്ന ഒരാളാണ്, ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ആളാണ്. കത്തെഴുതിയ ഒരു ചരിത്രമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് അത് ഇതിൽ വരുന്നതാണ്. അപ്പോൾ മേനോൻ ഈ പരമേശ്വര സാറ്, അതെ പരമേശ്വരൻ തന്നെയാണ് പേര്, പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങ് പോയി. പുള്ളി എന്നോട് കുറച്ച് ഫോട്ടോസ് ഇതിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയിട്ട് ഒരു ദിവസം സോങ് നടക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞാൻ പോയി ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അന്ന് സുല്ലേട്ടൻ്റെ കൂടെ ഷജിലായിരുന്നു അസിസ്റ്റൻ്റ്. അങ്ങനെ അന്ന് ആ പുള്ളിയില്ല, സോങ്ങാണ് നല്ല തിരക്കുള്ള ഹരഹരോ എന്നുള്ള എല്ലാ ഫുൾ ക്രൂ ഉള്ള എടുക്കുക. അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് എൻ്റെ പണി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ പുള്ളിയുടെ കൂടെ കൂടി. പുള്ളിക്ക് ഫോട്ടോ പിന്നെ ക്യാമറയിൽ റോള് ഫില്ല് ചെയ്ത് കൊടുക്കലും എല്ലാം ഞാനായിരുന്നു. അതായിരുന്നു. അങ്ങനെയാണ് അന്ന് വീണ്ടും എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എന്നും കൊണ്ട് വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് 99 ഒക്ടോബർ മാസമാണ്, 99 ഒക്ടോബർ മാസമാണ് എനിക്ക് കത്ത് അയക്കുന്നത് സുല്ലേട്ടൻ. ആ കത്ത് ഇന്നും എൻ്റെ ബാഗിലുണ്ട്. അപ്പം ആ കത്തയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ പിന്നെ അനിൽ ബാബുവിൻ്റെ ഒരു പടം, ചാക്കോച്ചൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം JP ആദ്യത്തെ ഷെഡ്യൂളിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ ഒരു 3-4 ദിവസം വർക്ക് ചെയ്തിട്ട് ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ആരും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മിക്കതും ഷൂട്ട് ചെയ്യണത്. ഒന്ന് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്തത് ഈ പിന്നെ ഗേറ്റ് ഇടിച്ചു ഒടിഞ്ഞ പിന്നെ ലാലേട്ടനായിരുന്നു, പിന്നെ എന്നെ ഫർഗീസിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേത്തെ ദിവസമാണ് ലാലേട്ടൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ചെറിയൊരു കുളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ, അവിടെയാണ് സഞ്ജീവേട്ടനായിരുന്നു ക്യാമറമാൻ അന്ന് ഷോട്ട് വെക്കുന്നത്. അപ്പം ഒരു 5-6 ക്ലിക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്, അതിങ്ങനെ കൈ ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഫോട്ടോ അതൊക്കെ എടുത്തു കൊടുത്തു. അന്ന് എൻ്റെ കയ്യിൽ എനിക്കൊന്ന് ഫ്യൂജിയുടെ 2 200ഉം 2 400ഉം അങ്ങനെ എന്തേ ഉള്ളൂ. അങ്ങനെ അതാണ് ആദ്യത്തെ സിനിമയിലുള്ളത്. പക്ഷെ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ നോക്കും, ഇത് ആരാണ് എടുക്കുന്നത് ഫോട്ടോ. കാരണം ഏറ്റവും നല്ല ഷോട്ടുകളാണ് ഷൂട്ട് ചെയ്യുന്നതന്നെ, തീയിലെ വരുന്ന ലാലേട്ടൻ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ. അങ്ങനെ പിന്നെ സുല്ലേട്ടൻ വന്നു. അപ്പം ഞാൻ അന്ന് ഈ സ്ക്രീനിന് വേണ്ടി എടുത്ത പടം ഞാൻ വലിയ എൻലാർജ് ചെയ്തിട്ടൊരു 12:8 വലിപ്പത്തിൽ ഞാൻ പ്രിൻ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടനടുത്ത് സുല്ലേട്ടൻ വന്ന ഉടനെ ഇത് കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ടെന്ന് കാണാൻ. അങ്ങനെ സുല്ലേട്ടൻ കണ്ടിട്ട് ഇഷ്ടമായി. നേരെ ലാലേട്ടനെ കാണാൻ പോയെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ പോയടുത്ത് അതേ സ്പീഡിൽ ഇയാൾ തിരിച്ചു വരുന്നുണ്ട് സുല്ലേട്ടൻ. ആ ഫോട്ടോ എനിക്ക് തന്നു. അപ്പം എനിക്ക് തോന്നുന്നു നന്നായിട്ട് അവിടുന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടാവും, ആരെയാണ് ഏൽപ്പിച്ച് പോയത്, ഇത്രയും നല്ല സാധനം എടുക്കുന്ന സമയത്ത് നീ ഉണ്ടാവണ്ടേ. അങ്ങനെ പോയാൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു.
അങ്ങനെയാണ് സിനിമയിലുള്ള ഒരു ആരംഭം എന്ന് പറയുന്നത്. ലാലേട്ടനെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പല സ്ഥലത്തും. ലാലേട്ടനെ കണ്ട് സംസാരിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. ലാലേട്ടനെ പിന്നെ അടുത്തിരുന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോ കാണും. ഞാൻ ലാലേട്ടനെ ഇരിക്കുന്നതും ലാലേട്ടൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അന്നത്തെ തന്നെ. ആ വെള്ളത്തിൽ പൊങ്ങി വരുന്ന ഫോട്ടോസൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് സുനിലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവുകളൊക്കെ സുനിലേട്ടന് കൊടുക്കണമല്ലോ. പക്ഷേ ഞാൻ പ്രിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 1-2. കുറേ കാലം എൻ്റെ കയ്യിൽ ഒരു അമൂല്യ ശേഖരം പോലെ അത് ഉണ്ടായിരുന്നു. ഇപ്പം അത് വീടിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എവിടെയോ പോയി അത് ചെയ്യും. ഈ വിദ്യാഭ്യാസമൊക്കെ പയ്യന്നൂർ തന്നെ ആയിരുന്നു? ഞാൻ പയ്യന്നൂർ തന്നെ ആയിരുന്നു. പയ്യന്നൂർ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രി പഠിച്ചത് അവിടെയായിരുന്നു. പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു, ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത്. പക്ഷേ ശരിക്കും ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. എന്നൊരു 86 മുതൽ അച്ഛൻ കച്ചവടക്കാരനായിരുന്നു. അപ്പം അച്ഛൻ നീലേശ്വരത്ത് നിന്ന് വിട്ട് പയ്യന്നൂർ ഒരു സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഒരു 85-87 ആയിരുന്നു പയ്യന്നൂർ കോളേജ് പഠിച്ചത്. പിന്നെ ഞാൻ അവിടെ ഈ അച്ഛൻ 86 മരിച്ചു. കട തുറന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പം പിന്നെ നമ്മുടെ ബാധ്യതയും കുടുംബവും എല്ലാം നമ്മൾ നോക്കുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. പിന്നെ പഠനം അങ്ങ് പോയി നല്ല ഭീകരമായിട്ട് പൊട്ടി. ചെയ്യാത്ത ജോലികളൊന്നുമില്ല, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ബിസിനസ് ഏകദേശം 2004 വരെ ചെയ്തിട്ടുണ്ട്. STD ബൂത്ത് ഉണ്ട്, ചായക്കച്ചവടം ഉണ്ട്, ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു, ഫിനാൻസ് കമ്പനി ഉണ്ടായിരുന്നു, ഗോവയിൽ ചിപ്സ് ഉണ്ടാക്കി നടന്ന് വിറ്റിട്ടുണ്ട്, നാരങ്ങവെള്ളം വിറ്റിട്ടുണ്ട്. പിന്നെ STD ബൂത്ത് ഉണ്ടായിരുന്നു കുറേ വർഷം. 92 മുതൽ 2001 വരെ STD ബൂത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാത്ത മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ചേംബർ ഓഫ് കൊമേഴ്സ്, എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി രംഗത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് പയ്യന്നൂരിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. അതേപോലെ തന്നെ സിനിമ ചെയ്യാൻ അഷ്റഫ് വെട്ടിക്കുളമായിരുന്നു ആദ്യത്തെ ഒരു ലൊക്കേഷനിൽ പോയിട്ട് പടം എടുക്കുന്നത്, പുള്ളിയുടെ കൂടെയായിരുന്നു. അതേപോലെ തന്നെ കൃഷ്ണദാസ് പലേരി, അങ്ങനെ ഒരുപാട് എടുത്തു പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പടം 1000 എന്ന് പറഞ്ഞ പിന്നെ കലാഭവൻ മണിയുടെ പടമാണ്. സിബി സാറായിരുന്നു ആദ്യത്തെ അതിൻ്റെ ഡയറക്ടർ. അതും ചെയ്യാനുണ്ടായ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകൾ ഉള്ളതാണ്. അന്നും പിന്നെ മോമിച്ചേട്ടൻ ആദ്യം എന്നെയായിരുന്നു പൂജയ്ക്ക് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഡ്യൂസർ മാറി, ഹാരിസ് എന്ന് പറഞ്ഞ അവർ മാറി, സിയാദ് കോക്കറായി. അപ്പോൾ സിയാദ് കോക്കറിൻ്റെ എല്ലാ സിനിമകളും ചെയ്തുകൊണ്ടിരുന്ന മോമിച്ചേട്ടനാണ്. അപ്പം മോമിച്ചേട്ടൻ വന്നു. ഞാൻ അഡ്വാൻസൊക്കെ വാങ്ങിച്ച് പൂജയൊക്കെ കഴിഞ്ഞിരിക്കുക. അങ്ങനെ തലേന്ന് 2 ദിവസം മുന്നെയാണ് വിളിച്ചിട്ട് പറയുന്നത്. എല്ലാം ഞാൻ സെറ്റായിരിക്കുമ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ പിന്നെ മോമിച്ചേട്ടനായിരിക്കും. അപ്പോൾ ഞാൻ റസാഖ് സാറായിരുന്നു എന്നെ അതിന് സപ്പോർട്ട് ചെയ്തിരുന്നത്. റസാഖ് സാറാണ് ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആവാൻ എന്നെ ഒരുപാട് സഹായിച്ചത്. അപ്പം പുള്ളി പയ്യന്നൂർ ഒരു ദിവസം നമ്മുടെ അരവിന്ദൻ കണ്ടൂരില്ലേ, പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റസാഖ് പയ്യന്നൂർ വരുന്നുണ്ട്, ഇങ്ങനെ പയ്യന്നൂർ തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിലൊരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥയായിട്ട് സിബി സാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെയ്യത്തിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് STD ബൂത്ത് ഉള്ളതുകൊണ്ട് ഒരു 8 മണി വരെ ഞാൻ കാത്തു നിന്നു. അങ്ങനെ ഷോപ്പ് അടച്ച് പോകുന്ന സമയത്താണ് റിങ് ചെയ്യുന്നത് ഫോൺ. അങ്ങനെ വേഗം തുറന്നെടുക്കുമ്പോഴേക്ക് പുള്ളിയാണ്. പുള്ളി അന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഞാൻ പുള്ളിനെ കൊണ്ടുപോയിട്ട് ഒരു സ്വസ്തിക്ക് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ കൊണ്ടാക്കി. അത് ഞാൻ അന്നേരം മഴത്തുള്ളി കിലുക്കം പിന്നെ സുലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഇവിടെയാണ് കൊടകില. അങ്ങനെ അങ്ങോട്ടൊക്കെ എനിക്ക് പോവുകയും വേണം. അങ്ങനെ ഞാൻ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോയി. അതായിരുന്നു, അങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളി ഇതിന് ചെയ്യണം. അപ്പം ഇതിങ്ങനെ ഇല്ല എന്ന് കേട്ട സമയത്ത് ഞാൻ പിന്നെ ചേട്ടനെ വിളിച്ച സമയത്ത്, റസാഖ് സാറിനെ വിളിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് ഇപ്പം നിന്നെ കാണണം, നീ വേമ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ ഫാസ്റ്റിന് പയ്യന്നൂരിൽ നിന്ന് ഷൊർണൂർ ഇറങ്ങി ഗസ്റ്റ് ഹൗസ് പോയി കണ്ട്. അപ്പം സുനിലേട്ടൻ പിന്നെ വേണുഗോപാലുണ്ട് ക്യാമറാമാൻ കാരന്തൂർ. അപ്പോൾ തൊട്ടടുത്ത് അവിടെ സിബി സാറുണ്ട്, റസാഖ് സാറ് മുകളിലാണ്. അപ്പോൾ എന്നോട് സിബി സാറും ഉണ്ട് പുറത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ നേരെ പോയി ടെൻഷൻ എടുക്കാം, നമുക്ക് അടുത്ത പടം ചെയ്യാടാ, നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ, കുഴപ്പമില്ല, സിനിമയിലൊക്കെ ഇങ്ങനെയാണ്, അത് സംഭവിക്കും എന്ന് പറയും. അങ്ങനെ താഴെ ഇറങ്ങി വന്നോളൂ. ഇതിപ്പം പിന്നെ സൗദിയിൽ ഭക്ഷണപൊതിയിൽ ബോംബ് കൊടുത്ത പോലെ ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇത് പൊട്ടിയതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ സിബി സാറ് വന്നു. അപ്പോൾ ഒരു എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അത്രയും ആഗ്രഹിച്ചിട്ട് വന്നൊരു ഇതല്ലേ. അപ്പം അങ്ങനെ വന്ന് അതും കഴിഞ്ഞിട്ട് അപ്പം ഇത് എൻ്റെ ഈ സംസാരിക്കാനൊക്കെ പറ്റാത്ത ഈ ബുദ്ധിമുട്ട് കണ്ടപ്പം സാറ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, മോമീനെയും വെക്കാം JPയും വെക്കാം, 2 പേര് അസിസ്റ്റൻ്റ് ആരും കൊണ്ടുണ്ട്. അങ്ങനെ 2 പേരും വെച്ച് തുടങ്ങി. പക്ഷെ മോമിച്ചേട്ടൻ്റെ നല്ല മനസ്സായിരുന്നു. മോമിച്ചേട്ടൻ പറഞ്ഞു JP ചെയ്യട്ടെ, അത് പുതിയൊരാളല്ലേ പുള്ളി. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്.
സിയാദോക്കിന്റെ അങ്ങനെ ഞാൻ വേണു ആ സന്തോഷത്തോടു കൂടി അങ്ങനെ എന്നൊരു വിഷമത്തോടു കൂടിയിട്ട് പോയി കഴിഞ്ഞ് വേണുവേട്ടൻ പിറ്റേത്തെ ദിവസമാണ് വിളിച്ച് പറയണേ JP ഫുൾ കിറ്റുമായിട്ട് വന്നോളൂ, മമ്മിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് സ്വന്തമായിട്ട് JP മാത്രമാണ് ഫുള്ള് പൊളിച്ചങ്ങ് ചെയ്യാറ്. അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് റിലീസായത് ആദ്യത്തെ സിനിമ. അല്ല, അതിനുശേഷം ചെയ്യുന്നതാണ് തിലകം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മളാണ് നമ്മളാക്കി നമ്മളാണ് നമ്മളാക്കി മാറ്റി. അതാണ് അതിന്റെ ആ ഒരു സിനിമയാണ് എന്തെന്നുള്ള കാണിക്കാൻ പറ്റിയ സിനിമ. ശരിക്കും അതൊരു പുതിയ ജനറേഷൻ, പുതിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചാടാന്ന് പറഞ്ഞാൽ ചാടാനും ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കാനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ അന്ന് നമ്മളും അത്രയും എനർജിയായി. ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് എൻ്റെ 24ാമത്തെ വർഷമാണ് സിനിമയിൽ. 99-ലാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത ഇപ്പം 24 വർഷമായി. അടുത്ത വർഷം 25 വർഷമാവുന്നു സിനിമയിൽ. ആഘോഷമാക്കണം. നമ്മൾ ആഘോഷമാക്കണം. അതാണ് നമ്മൾ ആ റൈറ്റ്സ് എടുത്തു. അതന്നെ. പിന്നെന്താ അല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് നമ്മളെ ആക്കിയെന്ന് ഞാൻ പറയുമ്പോൾ അന്നത്തെ ഫോട്ടോകൾ ഓരോ സ്കൂൾ കുട്ടികളും എല്ലാവരുടെ അടുത്ത് ആ ഫോട്ടോസ് ഹൃദയത്തിൽ പതിച്ച കുറെ ഫോട്ടോ, ഈ പറഞ്ഞ പുതിയ ആളുകൾ പറയാൻ കഴിയുന്ന ഒരു അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്ന ആ ഒരു ഡയറക്ടർ വന്ന് ആ പ്രൊഡ്യൂസർ വന്നിട്ട് JP തന്നെ വേണമെന്ന് പറയുന്നു. JP ഒരു പുതുതലമുറയോടെ കൂടുമ്പോൾ അന്ന് തോന്നിയ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇത് വേറെ സിനിമകൾ ആ സമയത്ത് വന്നിരുന്നു. അതിന് കാരണമുണ്ട്. എന്താ പറഞ്ഞാൽ ഈ 1000-ലൊരുവൻ്റെ വലിയ ആൽബം സിനിമയിൽ, ശരിക്കും സിനിമയിൽ എന്തിനാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് ചില സമയം ഇന്നും പലർക്കും അറിയില്ല, എന്തിനാണ് ഈ എടുക്കുന്ന പടം എന്തിനാണെന്ന്. നമ്മളെടുക്കുന്ന സിനിമയിൽ നമ്മളെടുക്കുന്ന ഫോട്ടോ ആണ് സിനിമയുടെ പോസ്റ്ററും അതിൻ്റെ പബ്ലിസിറ്റിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് നമ്മളെടുക്കുന്ന ഫോട്ടോ ആണ്. ശരിക്കും ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഈ ഡിജിറ്റൽ ക്യാമറ വരുന്നതിന് മുന്നേ ആ പടത്തിൻ്റെ കണ്ടിന്യൂറ്റി പോലും നോക്കുന്നത് ഞാൻ നമ്മളെപ്പോലെയുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന പടം വെച്ചിട്ടാണ്. ആ പടം വെച്ചിട്ട് തന്നെയാണ് ആ പടത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ആ സിനിമ ഒന്ന് മാർക്കറ്റ് ചെയ്യുന്നതും അത് വെച്ചാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെ വെച്ചിട്ട് വലിയ ആൽബം, ഏകദേശം ഞാനൊക്കെ സുനിലേട്ടൻ്റെ കൂടെ വരുമ്പോൾ വെച്ചാൽ തലയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നടന്നിട്ട് വരിക, അത്രയും വലിയ ആൽബം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇത്ര വലുപ്പം ഉണ്ടാവും, ഇതിൻ്റെയും ഡബിൾ വലുപ്പത്തിലാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പടം നമ്മൾ പ്രിൻ്റ് അടിച്ചിട്ട് അത് കൃത്യമായിട്ട് അതിനകത്തേക്ക് ഒട്ടിക്കും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഫോട്ടോന് ഓരോന്നിനും നമ്പർ ഇടും. അതേപോലെ നമ്മൾ നെഗറ്റീവിൽ നമ്പർ ഇടും. അന്ന് നെഗറ്റീവിലാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. നെഗറ്റീവിൽ നമ്പർ ഇട്ടിട്ട് കൃത്യമായിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഡിസൈനർക്ക് കൊടുക്കും. പിന്നെ ഈ ആൽബമാണ് ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ കണ്ട് ഈ പടം ഫുള്ള് കാണുമ്പോഴേക്ക് ആകെ ഒരു സിനിമയുടെ ഒരു പിക്ചർ മനസ്സിലാവും, ഈ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഏറ്റവും നല്ല ചിത്രമായാലേ അത്രയും ഫീൽ ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ ഒരു ലെൻസോ കാര്യങ്ങളോ ഒക്കെ ഫോഗ് പിടിച്ച ലെൻസോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആക്ഷൻ പടങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ചില സമയം സിനിമയെ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അന്ന് ഒരു കാലഘട്ടത്തിൽ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പം അങ്ങനെ അത് കൃത്യമായിട്ട് ഒട്ടിച്ചിട്ട് ഈ 1000-ലൊരുവൻ്റെ ആൽബം ഉണ്ടായിരുന്നു. ഈ ആൽബം അവിടുന്ന് ഡേവിഡ് കാച്ചപ്പള്ളി കാണുക, നമ്മളുടെ പ്രൊഡ്യൂസറാണ് പുള്ളി. അങ്ങനെയാണ് എന്നെ വെക്കുന്നതും എന്നെ വിളിച്ചിട്ട് കമൽ സാറിനെ പരിചയപ്പെടുത്തുന്നതും. അങ്ങനെ അപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ദിവസം, തലേന്നത്തെ ദിവസം ഭാവനയുടെ മേക്കപ്പ് ടെസ്റ്റ് ആയിരുന്നു. അപ്പം ഭാവനേനെ കൊണ്ടുവന്ന് നമ്മുടെ അവിടെയുള്ള ഒരു ഹോട്ടലുണ്ട്, ഇവിടുത്തെ നമ്മുടെ റൗണ്ടിൽ താഴെയുള്ള വലിയ ഹോട്ടലില്ലേ, വലിയ VIPs ഒക്കെ സ്റ്റാർ ഹോട്ടൽ പോലെയുള്ളത്, പ്ലാസയുടെ താഴെയുള്ള ഹോട്ടൽ. ലേമടിയല്ലേ? അല്ലല്ല, എറണാകുളത്തല്ല, തൃശ്ശൂർ. ആ റൗണ്ട് കഴിഞ്ഞിട്ട് റൗണ്ടിന്റെ താഴേക്ക് പോയി പ്ലാസ ഹോട്ടലിന്റെ താഴെയുള്ള ഒരു ഹോട്ടൽ, ചെറിയ വഴിക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ഹോട്ടൽ. പേര് കേട്ട ഹോട്ടലാണ്, എൻ്റെ ഓർമ്മ വരുന്നില്ല പേര്. അപ്പം അവിടെ ആയിരുന്നു സാറ് താമസിക്കുന്നത്. അങ്ങനെ അവിടെ ഇവള് വന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമറുണ്ട്, SP സതീഷ് ഉണ്ട്. നമ്മൾ കരിയൊക്കെ വാരി തേച്ച് കിട്ടുന്ന നല്ലോണം ചളി തേക്കും വേണ്ടേ. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പുറത്തുനിന്നൊക്കെ ഉള്ള മണ്ണും ഒക്കെ ഇട്ട് അവളെ ഫുള്ള് ഡള്ളാക്കി ഫോട്ടോ എടുത്ത്. അപ്പം തന്നെ ഞാൻ പോയിട്ട് ഒരു 6-8 ഫോട്ടോ കളർ ഹൗസിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് അടിച്ചിട്ട് കൊണ്ടുവന്ന് സാറിനെ കാണിച്ചു. അത് കണ്ട ഉടനെ സാറ് ഓക്കെ പറഞ്ഞു. അതാണ് ആദ്യത്തെ അവളെ ഓക്കെ പറയുന്നത്. ആ പടം കണ്ടിട്ടതിന് ശേഷമാണ് സാറ് ഓക്കെ പറയുന്നത്. അങ്ങനെ അതാണ് ആദ്യത്തെ ഒരു
അത് വേറൊരു റൂട്ടിലേക്ക് പോയ ഒരു അതെ 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 ഒരുപാട് കാരണം അന്ന് വൈഡ് ആംഗിൾ അന്നും ഫിലിം തന്നെയായിരുന്നു. വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ടായിരുന്നു ഒരു 24mm ലെൻസിലൊക്കെ ഗംഭീര ഫോട്ടോസ്. ഇവർ 3 പേര് ഇങ്ങനെ കൈ വെച്ച് നിൽക്കുന്നത്, ഈ രാക്ഷസി സോങ്, അതേപോലെ തന്നെ 40 ഫീറ്റ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് അന്ന് പിന്നെ ലൊക്കേഷനിൽ ഉപയോഗിക്കുക. അപ്പോൾ വേണുവേട്ടൻ അത് സുഖമായിട്ടൻ പിന്നെ ലിഫ്റ്റ് പിന്നെ ക്രെയിനിൽ നിന്ന് വീണ സമയത്തിന് ശേഷം പിന്നീട് വർക്ക് ചെയ്തത് വേണുചേട്ടനാണ്. അപ്പം വേണുചേട്ടൻ ഇത് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ അതെൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഒരു അനുഭവമായിരുന്നു. ഒരു ഇവരെങ്ങനെ വേണമെങ്കിലും ജിഷ്ണുവിനെയും സിദ്ധാർത്ഥിനെയും എങ്ങനെ വേണമെങ്കിലും പടെടുക്കണം. അത് മിഥുൻ ഫുൾ ടീമല്ലേ. അതേപോലെ ഷൈനിൻ്റെ ആദ്യത്തെ സിനിമ, ഷൈൻ ടോം ചാക്കോയുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ തന്നെ അവനും നമ്മൾ ഈ ചേരിയാണല്ലോ, അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ചേരിയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു അതും ഒറിജിനൽ സെറ്റ് പോലെ തന്നെ ഒറിജിനൽ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും സെറ്റ് പിന്നെ ഇതിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവനെപ്പോഴും ഇവനൊരു അന്നേ ഒരു കൗതുകമുള്ളൊരു ക്യാരക്ടറായത് ഷൈന്. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കും. അപ്പോൾ ഇവൻ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടാവും. ആരാ? അമ്മാവനാ. പിന്നെ എപ്പോഴും ഞാൻ ഇവനോട് ഇതാ ചോദിക്കും, അമ്മാവനാ ആരാ? അമ്മാവനാ. അവനൊന്നിക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ പറയും. അവൻ ചിലപ്പോൾ തിരിച്ചെന്നോടേക്ക് ആരാന്ന് ചോദിക്കും. അപ്പം അത് കഴിഞ്ഞൊരു കുറേ പടങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവരൊക്കെ കൂടെ. കമൽ സാറിന്റെ സിനിമയിലെ നായകനാണ്. അതെ 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 അതെ. അവൻ ഇവിടെ വന്ന് അവൻ ആദ്യമായിട്ട് കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴും ഞാൻ ആ ഫോട്ടോ എടുത്തത്. ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ ദുബായിൽ നടക്കുമ്പോഴും ഞാനാണ് എടുത്തത്. പക്ഷേ അതാണ് ഗദ്ദാമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ദുബായിൽ വേരുറപ്പിക്കുന്ന ഒരു തുടക്കം. അവിടെ ദുബായ് ദുബായ് എന്ന് പറയുക അന്ന് അതിനിടയിൽ ഞാൻ ദുബായിൽ ഇറങ്ങുന്ന 2 മാഗസീനിൽ ഞാൻ ഫോട്ടോഗ്രാഫറായിട്ടുണ്ടായിരുന്നു. ഒരു ടേക്ക് ഓൺ എന്ന് പറഞ്ഞൊരു മാഗസീനുണ്ട് മലയാള സിനിമയിൽ, ഇതുവരെ കാണാത്ത അച്ചടി പ്രിന്റിങ് ക്വാളിറ്റിയിലും ഒക്കെയുള്ളൊരു മാഗസീനായിരുന്നു ടേക്ക് ഓൺ എന്ന് പറഞ്ഞ മാഗസീൻ. അതിനുശേഷമാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സിദ്ദിഖ് തുടങ്ങി. പിന്നെ അതിന് മുന്നേ മയൂരി സിനിമ എന്ന് പറഞ്ഞൊരു മാഗസീൻ, അതിനുശേഷം ഫേസ്ബുക്ക്, അതിനുശേഷമാണ് സ്മാർട്ട് ഡ്രൈവ് നമ്മുടെ ഇവരുടെ പിന്നെ ചിത്രഭൂമിയുടെ ആ സ്റ്റൈലിലേക്ക് മാഗസീൻ മാറിയത് അതിന് ശേഷമാണ്. അപ്പോൾ ആ 2 മാഗസീൻസിലും മയൂരി സിനിമയ്ക്കും ടേക്ക് വണ്ണിനും ഞാനായിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അന്ന് നമ്മുടെ രാജേഷ് തില്ലങ്കേരി ആയിരുന്നു അതിൻ്റെ എഡിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഇതും ആ സമയങ്ങളിൽ അതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കൂടുതൽ അടുക്കാനും മീഡിയയായിട്ടും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് അടുക്കാനുള്ളൊരു സാധ്യതകൾ സന്ദർഭം കൂടുതലായിരുന്നു. അതൊക്കെ എപ്പോഴും പിന്നെ ആർട്ടിസ്റ്റുമായിട്ടായാലും പിന്നെ മനോരമയുടെ കവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-300ഓളം കവറുകൾ ആർട്ടിസ്റ്റിൻ്റെയും അല്ലാതെ ആൾക്കാരുടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ജോലിയുടെ കാര്യത്തിൽ ജോലി എത്തിക്കഴിഞ്ഞാൽ ഒരു പാഷനെ പോലെ അത് കാണും. അപ്പോൾ അത്ര ആത്മാർത്ഥം നിൽക്കുന്നതുകൊണ്ട് ഇന്നിപ്പം നാളെ ഇനി പിന്നെ ദുബായ് ഒരു റിട്ടയർഡ് ലൈഫ് ഉണ്ടെങ്കിൽ ചില സമയം വീണ്ടും സിനിമയിൽ കാണാം. ഏതെങ്കിലും ഒരു സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ വീണ്ടും കാണാം. അല്ല, റിട്ടയർഡ് ലൈഫ് എടുക്കാതെ തന്നെ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നറിയോ, ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അതിന് ഒരു വിലങ്ങ് തടിയായിരിക്കുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നൊരു അതിൻ്റെ അത്രയും ബെനിഫിറ്റ് നമുക്ക് ചില സമയം അതിൽ നിന്ന് ഇപ്പം എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അന്നേ വേറെ രീതിയിലേക്ക് മാറണമായിരുന്നു. അല്ല, അന്നേ ചൂട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മൾ തന്നെയാണ്. അതെ ആവും. പക്ഷെ അതല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പരിധിയുണ്ട്. നമ്മുടെ ഈ കിട്ടുന്നതിൻ്റെ ഒരു വരുമാനത്തിനൊരു പരിധിയാണ്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പിന്നെ ചിലവും എല്ലാം കൂടുമല്ലോ. ഉറപ്പാണ്. അപ്പം അതൊക്കെ അപ്പം നമ്മൾ ഈ സിനിമ നമ്മൾ ഒരു മാർക്കറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും ചിലപ്പം സിനിമ തന്നെയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ടാവുക. സിനിമ ചില സമയം ഇടയിൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഫെയിം കിട്ടുന്നത്. മനസ്സിലായില്ല. പിന്നെ കറക്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്യുക. നമ്മുടെ ക്യാമറ ആയാലും നമ്മുടെ അറിവുകളും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില സമയം അതുകൊണ്ടാണ് ഞാൻ ഇന്നും അന്ന് നിന്ന് അതേ ചുറുചുറുക്കോടെ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം ഇപ്പം 53 വയസ്സായി. ഇപ്പോഴും ചെറിയ കുട്ടികൾ ചാടി നിൽക്കുന്നത് പോലെ തന്നെ മാക്സിമം ഞാൻ ഉരുണ്ടൊക്കെ ഞാൻ അവരെക്കാളും മുന്നിലെത്തിയിട്ടേ പടെടുക്കുള്ളൂ. അല്ല, അത് നമ്മളിവിടെ വന്നപ്പോൾ പല ഫംഗ്ഷനും കണ്ടപ്പോൾ ഓടി നടക്കുന്ന ആളെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സിനിമാ മേഖലയിൽ നിന്നിട്ട് വേറൊരു മേഖലയിലേക്ക് മാറുന്നു. എല്ലാം ഫോട്ടോഗ്രാഫറാണ്. സിനിമാ മേഖലയിൽ ജെപിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു മുഹൂർത്തം ഏതായിരിക്കും? അല്ല, എന്താ അറിയോ, നമ്മൾ അങ്ങനെ സിനിമയിൽ ദേഷ്യപ്പെട്ടിട്ട്
നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്ന്, സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈഗോകളും ഒക്കെയുള്ള, അല്ലെങ്കിൽ അതിനകത്തൊരു അവിടെയും കൃത്യമായ എന്താ പറയുക, ഓരോരോ സ്റ്റെപ്പ് ബാലൻസ് ചെയ്യാൻ വലിയ പാടാ. അത് സ്റ്റെപ്പ് ഉണ്ട് അവിടെ, ഹൈ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു 2-3 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇതിൽ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് കൃത്യമായി കിട്ടും. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ഒരാളെയും ദേഷ്യപ്പെടുത്താൻ പറ്റില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഞാൻ പകർത്തുക, നിങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പകർത്തുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. നിങ്ങളെ ഞാൻ പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നു നല്ല റെഡിയായില്ലേ എങ്ങനെയൊക്കെ നിന്നാൽ ചില സമയം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്ലയൻറ്റ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ റിയാക്ഷൻ ഉണ്ടാവും. ഞാൻ എടുക്കുന്ന പടത്തിലും ഉണ്ടാവും അത്. അപ്പം ഞാൻ നിങ്ങളെ ഹാപ്പിനെസ് ആക്കാനേ ശ്രമിക്കുള്ളൂ ഏറ്റവും കൂടുതൽ. അതുകൊണ്ടായിരിക്കാം ചില സമയം ഞാൻ ദുബായിൽ വിജയിച്ച് നിൽക്കുന്നത്. കാരണം ഞാൻ ഒരാളെ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഏറ്റവും നല്ല മുഖത്തുള്ള ഏറ്റവും നല്ല ചിത്രം അപ്പോൾ ഒരിക്കലും ഒരു നല്ല ചിത്രം എടുത്ത് കൊടുക്കുന്ന ഒരാളും മറക്കില്ല, അല്ലെ? ഒരു ഫോട്ടോഗ്രാഫറെ മറക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അയാൾ മുഖത്ത് JP എടുത്ത പടം, അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ ഒരുപാട് അവാർഡ് പോലെയാണ് അത്തരം വാക്കുകൾ തോന്നുക. JP എടുത്ത ഈ 2 ചിത്രങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ പറയാനുണ്ടാക്കിയത് അന്ന് നമ്മൾ ഈ നെഗറ്റീവിലൊക്കെ ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു പടം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ചില സമയം ഇവരിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചില സമയം അതിനൊരു കോമ്പോസിഷൻ ആക്കുക. അപ്പം ഞാൻ നിങ്ങളെവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു പടത്തിനെ ഞാൻ എൻ്റെ കയ്യിലൊരു കോമ്പോസിഷൻ കാണും. ഏതെടുത്താൽ നിങ്ങൾ ഭംഗിയുണ്ടാവും എന്ന് ഞാനത് മനസ്സിൽ കാണും. അപ്പോൾ ആ ഒരു ഫ്രെയിം നമുക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളത് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതും കൂടി വിജയവും കൂടി കിട്ടുക, അല്ലേ? അപ്പം അത് നോർമലി ആർക്കും പടങ്ങൾ എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ JP ഫോട്ടോ എടുക്കുമ്പോൾ JPയുടെ കണ്ണുകൾ ക്യാമറ ലെൻസിൽ മാത്രമല്ല. അതെ, ക്യാമറ ലെൻസിൽ മാത്രമല്ല, മറ്റ് ഹൃദയത്തിൽ നിന്നും മറ്റ് ഫേസിലേക്ക് നോക്കുന്നുണ്ട്. ഉണ്ട്. അല്ല, നിങ്ങളെ ഞാൻ എൻജോയ് ചെയ്യിപ്പിക്കണം, നിങ്ങളെ ഞാൻ ഹാപ്പിനെസ് ആക്കും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ പടം എടുക്കുമ്പോൾ ചിരിക്കും, ഞാൻ പുറകിൽ ഞാൻ ചിരിക്കുക. പക്ഷെ ഒന്ന് നമ്മുടെ ഒരു കഷ്ടപ്പാടാണത്, അതിനകത്ത് നമ്മുടെ ജീവിതവും കൂടിയുണ്ട്. നമ്മളെ ഈ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് അന്നം തരുന്ന ഒരു സാധനം, നമ്മുടെ ജോലിയല്ലേ. അപ്പം നിങ്ങൾ ഹാപ്പി ആയാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ എടുക്കുന്ന പടം കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം, എന്നാലേ എനിക്ക് നിങ്ങൾ കാശ് തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുക, എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ദുബായെ സംബന്ധിച്ച് നമ്മളിവിടെ കഷ്ടപ്പെടാൻ വന്നിരിക്കുന്നത് കാശുണ്ടാക്കാൻ തന്നെയല്ലേ, അല്ലേ? അപ്പം ആ തരത്തിൽ അങ്ങനെയും. പണ്ട് ഈ ഫിലിം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്നാപ്പുകൾ എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും നമുക്ക് ഡിജിറ്റൽ ആയതുകൊണ്ട് അന്ന് വെച്ചാൽ ഏകദേശം മിനിമം ഇപ്പൊ ഞാൻ ഒരു സിനിമ എനിക്ക് തോന്നുന്നു 1000 സിനിമക്ക് ഏകദേശം ഒരു 30-35 ഒരു 40-45 റോള് ഫിലിം അടിച്ചിട്ടുണ്ടാവും, ആകെ അടിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അതേപോലെ നമ്മളിൽ ഏകദേശം ഒരു 55 റോള് ഫിലിം അടിച്ചിട്ടുണ്ടാവും. 55 × 36-37 കിട്ടും, അപ്പോൾ 38 കിട്ടും. യുദ്ധിച്ചിട്ടൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന പടം വേറൊരു എക്സ്പോഷർ കാണാനോ പിടിക്കാനോ ഒന്നുമില്ല. നെഗറ്റീവ് അടിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ പടത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സാധനമാണ്. ഡിജിറ്റലി ഞാൻ ശരിക്കും ദുബായിലേക്ക് വരുന്നത് സിനിമ ക്യാമറ ഡിജിറ്റൽ ആകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണോ അതിലെ ഒരു പഠനം ഉണ്ടാവുന്നത്? പഠനം ഒന്നുമല്ല. ഞാൻ പറയട്ടെ, ഞാൻ ഓരോന്നും വാങ്ങിച്ച് പഠിച്ചതെന്ന് പറയാം. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞ സിനിമയുടെ പടത്തിൻ്റെ കാശായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കാശ് തരണ്ട, എനിക്ക് നിങ്ങളൊരു കമ്പ്യൂട്ടർ തന്നാൽ മതി തന്നു. അങ്ങനെ പുള്ളി കമ്പ്യൂട്ടറാണ് തരുന്നത്. ആ കമ്പ്യൂട്ടർ എൻ്റെ അവിടെ വെച്ച് ആദ്യത്തെ രാപ്പകലിൻ്റെ സമയത്താണ് ക്യാമറ, അല്ല പെരുമഴക്കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാമറ വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ഹൃദയത്തെ സൂക്ഷിക്കാൻ, ചാക്കോച്ചൻ്റെ. അപ്പം അന്നും ഇത് എടുത്തിട്ടൊന്ന് എങ്ങനെയുണ്ട് ഇട്ട് നോക്കുക. അന്നൊന്നും നമുക്കിതൊന്ന് കൂടുതൽ പറഞ്ഞു തരുന്ന ആൾക്കാർ ഇത് വെച്ച് അങ്ങോട്ട് ചെയ്യാം. ഇപ്പോഴൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കാം, അല്ലെങ്കിൽ പല സാധ്യതകളുമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. നമ്മളെല്ലാം പഠിച്ചു. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഹൈ എൻഡ് ഏറ്റവും നിക്കോണിന്റെ Z9 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ക്യാമറയാണ്.
അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിൻ്റെ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന എന്തൊക്കെ ടെക്നിക്കുകളാണ് അത് മാത്രമാണ് ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിലും ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ. അതെ അതെ, ഒത്തിരി നായികമാരും പടങ്ങളെടുത്ത ആളാണ്. നമ്മുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം മമ്മൂക്കയുടെ പടം എടുത്ത മമ്മൂക്ക പറഞ്ഞ ഒരു സാധനം ഓർക്കാൻ പറ്റും, ലാലേട്ടൻ പറഞ്ഞ ഒരു സാധനം ഓർക്കാൻ പറ്റും. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ലാലേട്ടൻ പറഞ്ഞ ഒരു സാധനം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതായിരിക്കും ഓർക്കുക? അല്ല, ലാലേട്ടൻ്റെ അല്ല, ഈ രണ്ട് മഹാന്മാരെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇവരെങ്ങനെ നിന്നാലും ഫ്രെയിമിലൊരു വേറൊരു ഭംഗിയാണ്. അവരെ നമ്മൾ ഏത് തരത്തിൽ നമ്മൾ ക്യാമറയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളടുത്താണ്. ഇപ്പം ലാലേട്ടനൊക്കെ എങ്ങനെ ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാലും അതിനകത്തൊരു ഇതുണ്ടാവും. ഞാൻ എപ്പോഴും എടുക്കുന്നത്, ഇപ്പം എനിക്കിപ്പോൾ ചില സമയം നിങ്ങളുടെ പടം എടുക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും നല്ല ആംഗിളായിരിക്കും ചില സമയം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നും ഫിലിം വേറെ മോണിറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഈ കണ്ണിലൂടെ തന്നെയാണ്. സിനിമയും ക്യാമറമാൻ കാണുന്നത് പോലെ തന്നെയായിരുന്നു നമ്മൾ പിന്നെ ഫിലിം ക്യാമറ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കാഴ്ചപ്പാട് ഇതേപോലെ ക്യാമറയോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ അന്ന് പടം എടുത്തത്. അന്നത്തെ പിന്നെ ക്യാമറമാൻമാർക്കോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊന്നും കട്ട് പറയുന്നത് അവരുടെയൊക്കെ അന്നത്തെ ആ പവറാണ്. ഇപ്പോൾ കമൽ സാറ് പിന്നെ സാറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറ് പിന്നെ മോണിറ്ററില്ലല്ലോ അന്ന്, ക്യാമറയുടെ അടുത്താണ് നിൽക്കുക. ക്യാമറമാനും പിന്നെ സാറ് ഈ കണ്ണുകൾ ഈ നേത്രം കൊണ്ടാണ് കാണുന്നത്. ഇപ്പം സൂം ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ടെലിയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50mm ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് സാറ് വിഷൻ കാണുന്നത്. ഇതിലൂടെ നോക്കിയിട്ട് അത് ഓക്കെ പറയുന്നു. അതെ അതെ, അതിനകത്ത് ചിലപ്പോൾ പറയും പിന്നെ ചിലപ്പോൾ കട്ട് പറയും. പറയുന്നത് എന്തുകൊണ്ടാണ് ആ ബാക്കിലേ പോകുന്ന ഒരു പിന്നെ പാസിങ് ഷോട്ട് പോലും കൃത്യമായിട്ട് സാറ് പറയും. അപ്പോൾ ചിലപ്പോൾ പറയും ചിലപ്പോൾ ഞാൻ സാറിൻ്റെ തൊട്ടടുത്ത് ഞാനാണ് ഉണ്ടാവുക. JP ഒന്ന് പോയിട്ട് അയാളൊന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ എന്നെ നോക്കിയാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ആ സാറിൻ്റെയൊക്കെ കൂടെ ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നതും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പറയാനും പറ്റുന്നത്. എന്ത് വേണം വെച്ചാൽ നമുക്ക് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കേണ്ടതെന്നും നമ്മൾ പഠിക്കണം. ഈ ക്ലയൻറ്റിന് കൊടുക്കേണ്ടത് ക്ലയൻറ്റിനെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ നമ്മൾ എത്ര പടം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ പടം ചീത്തയായിരിക്കും അല്ലേ? അതെ അതെ. ഈ മമ്മൂക്ക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അന്ന് ഫിലിമൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇതൊക്കെയാണ് മമ്മൂക്ക ഫോട്ടോ ക്യാമറ മേടിച്ചു നോക്കുക. അപ്പൊ ഭയങ്കര ക്രൈസ് ആണല്ലോ മമ്മൂക്ക ക്യാമറയും അല്ലെ? അത് കൃത്യമായിട്ട് JP പിന്നീട് ഡിജിറ്റൽ ആകുമ്പോൾ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്നില്ല. നേരത്തെ ഈ ഫിലിമായിട്ട് മമ്മൂക്ക കാണുന്നില്ലല്ലോ, പറയുന്ന ഒരു വാക്കുകൾ ഉണ്ടാവല്ലോ. അല്ല, അപ്പൊ വരും എപ്പോഴും മമ്മൂക്കയുടെ ഒക്കെ ഇപ്പൊ ഞാൻ സുല്ലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ തന്നെ സുല്ലേട്ടൻ ചെയ്ത പടമാണ് വെള്ളിയേട്ടൻ. വെള്ളിയേട്ടനിൽ മമ്മൂക്ക മുണ്ടുകൊടുക്കുന്ന പടമില്ലേ, അതൊരു വലിയ ഫ്ലക്സ് ഒക്കെ ആയിട്ട് വന്നത്. വൈറ്റ് ഫോർട്ടിന്റെ മുമ്പിലായിരുന്നു ഇതിന്റെ ഒരു പിന്നെ വെള്ളിയേട്ടൻ്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ ചിത കത്തിച്ചിട്ട് അവിടുന്ന് മുണ്ട് കിട്ടുന്നൊരു ഇതുണ്ട്. അത് ഇതേപോലെ ചുരുക്കം ഫോട്ടോസ് എടുത്തിട്ടു. അതേപോലെ തന്നെ പിന്നെ തലയിൽ കെട്ടിയിട്ട് പാട്ടില്ലേ, ആനയുടെ ഇത് കെട്ടിയിട്ട് എല്ലാവരും വരുന്ന പാട്ട്, അതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസാണ്. അതേപോലെ ക്ലൈമാക്സ്, പിന്നെ നരസിംഹത്തിൻ്റെ ക്ലൈമാക്സ് 4 പേര് നടന്നു വരുന്നത്, ഹാഫ് ആയിട്ട് ഒക്കെ ഒരു ശരിക്കും നമ്മൾ ഇന്നും അത് നമ്മുടെ ആ ഓരോരോ ഫ്രെയിമും. ഇപ്പം നരസിംഹത്തിൻ്റെ ഞാൻ ആദ്യം എടുത്ത നെഗറ്റീവ് വരെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഫോട്ടോ എടുത്ത നെഗറ്റീവ് വരെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ എടുത്ത സിനിമകളുടെ നെഗറ്റീവ് എല്ലാം എൻ്റെ വീട് അപ്പൂൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ നെഗറ്റീവും എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇല്ലാതെ അത് പിന്നെ പ്രൊഡ്യൂസർ വാങ്ങിച്ചു എന്നോട്. ചോദിച്ചില്ലേ? ഞാൻ സൂക്ഷിക്കാതെ കൊടുക്കാതിരിക്കും പൈസ. അല്ല, ഇത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷെ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പിന്നെ കാളിദാസൻ ഉണ്ടായിരുന്നു. എന്നോട് കണ്ട ഉടനെ എന്നെ വെയിലത്ത് ഫുട്ബോൾ കളിപ്പിച്ച് ഫോട്ടോ എടുത്ത ആളല്ലേ. ഞാൻ പറഞ്ഞു, നീ അന്ന് അത്രയും ഞാൻ നിന്നെ കളിപ്പിച്ചോണ്ട് നീ ഞാനുമായി നീ അന്ന് നാഷണൽ അവാർഡ് വായിച്ചില്ലേ ആ പടത്തിന് അല്ലേ? ഈ പറഞ്ഞ പോലെ ഈ മമ്മൂക്കയുടെ കാര്യം നായികമാരുണ്ടല്ലോ കുറെ. അല്ല, അപ്പൊ ഞാനത് ഇടയിൽ ബ്രേക്ക് ആയിപ്പോയി. മമ്മൂക്കയുടെ കയ്യിൽ എപ്പോഴും ക്യാമറ ഉണ്ടാവും. അപ്പം മമ്മൂക്ക വെള്ളിയേട്ടൻ്റെ പോലും എനിക്കൊന്നൊരു 180 നിക്കോണിൻ്റെ ഒരു 180 ലെൻസ് ഉണ്ടായിരുന്നു, ടെലി ലെൻസ്.
അപ്പം അതിലൊക്കെ ഞാൻ മമ്മൂക്കയുടെ പടം എടുത്തിട്ടുണ്ട്. മമ്മൂക്ക മിക്കപ്പോഴും ക്യാമറ എനിക്ക് തരും, ഇടയിൽ മമ്മൂക്ക എടുക്കും, എന്നിട്ട് കയ്യിൽ തരും. അപ്പം നമുക്ക് ആ ഫോട്ടോസൊക്കെ എടുക്കാൻ മമ്മൂക്കയുടെ ക്യാമറയിൽ എടുത്തിട്ട് പിന്നെ പ്രിൻ്റ് അടിക്കും. പിന്നെ നമ്മൾ ചില സമയം നമ്മുടെ കയ്യിൽ അത്രയും കോസ്റ്റ്ലി ഉള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി കിട്ടുന്ന ലെൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ക്യാമറ വെച്ചെടുക്കും. നമുക്ക് പിക്ചർ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഒക്കെ ഒരു സംഭവം തന്നെയല്ലേ അല്ലേ. ഒരു നായകന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ പറ്റിയ കുറെ പടങ്ങളുണ്ടല്ലോ. പിന്നെ പെരുമഴക്കാലം പറയാം. മീര ജാസ്മിനും കാവ്യയും രണ്ടുപേരും തകർത്ത് അഭിനയിച്ച സിനിമകളാണ്. രണ്ടുപേരും ഇതേപോലെ തന്നെയാണ്. ഇവരുടെയൊക്കെ എങ്ങനെ ഭാവനയായാലും ഇവരുടെയൊക്കെ എങ്ങനെ ഇതും നമുക്ക് എങ്ങനെയും എത്ര എടുത്താലും മതിയാവൂല ഇവരുടെ ഒന്നും പടങ്ങൾ. ആ പെരുമഴക്കാലത്ത് നമ്മുടെ മഴയത്ത് വരുന്ന ഒരു സീനുണ്ട്, കൊട ചൂടി വരുന്ന ആ ഫോട്ടോസ് എന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അവള് വന്നിട്ട് കാവ്യ വന്നിട്ട് അവരുടെ വീട്ടിൽ മുമ്പിൽ വന്നിട്ട് നിൽക്കുന്നത് മഴ ഇങ്ങനെ വെച്ചാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ഡ്രോപ്പിലാണ്. ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം പടം എടുക്കാനും പറ്റില്ലല്ലോ, ഫിലിമിലല്ലേ പടം എടുക്കണേ. ഇതുപോലെ അവിടെ നിന്നിട്ട് കടകട അടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, ഡിജിറ്റൽ അല്ലല്ലോ. അപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പണികൾ സാറും, കാരണം എല്ലാവരും യൂണിറ്റിൽ ഓരോരോ ആൾക്കാരും പിന്നെ വെള്ളത്തിന് തരങ്ങിണി, തിരുവനന്തപുരത്ത് തരങ്ങിണീനെ വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് അടിക്കുക. അപ്പം അത് ആ സമയത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എടുക്കണ്ടേ. കാരണം ഫസ്റ്റ് ഇങ്ങനെ മഴ പോകുന്ന പോലെ അല്ലല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽ ഉണ്ടാക്കും. മഴ പെയ്യുന്നത് പോലെ അതിനേക്കാളും ഫാസ്റ്റ് സ്പീഡിലാണല്ലോ ഈ പൈപ്പിലെ വെള്ളം വീഴുക. അപ്പം അതാണ് ആ ഫോട്ടോയിലും മഴത്തുള്ളികളിലൊക്കെ ഡീറ്റെയിൽസ്, അത് അത്രയും ഡീറ്റെയിൽ ഉണ്ടായിരുന്നു ആ നെഗറ്റീവിൽ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പേ ആ പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പടങ്ങളും അതേപോലെ തന്നെ CD അത് കഴിഞ്ഞിട്ട് ഡിജിറ്റലായ സമയത്തുള്ള CD എല്ലാം മിക്കതുമുണ്ട്. ഒരു സെക്ഷൻ CD ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ഈ പിന്നെ ചക്കരമുത്ത്, കാക്കക്കറുമ്പൻ അങ്ങനെയുള്ള കുറച്ച് പടങ്ങളുടെയൊക്കെ CD വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പടങ്ങൾ പോയിട്ടുണ്ട്. ഈ സ്റ്റില്ലിൽ തന്നെ നിൽക്കാൻ തന്നെയായിരുന്നു സിനിമയിൽ. അത് ആണ് കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഇതിനിടയിൽ എൻ്റെ സ്ഥാപനവും കച്ചവടവും ഉണ്ടായിരുന്നു, ഈ ഷോപ്പും ഉണ്ട്. പിന്നെ 2004 ഇതെല്ലാം വിട്ടിട്ട് എറണാകുളത്തേക്ക് വരുന്നത്. ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എറണാകുളത്ത് വരുന്നത്. എറണാകുളത്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ പക്ക റഫീഖിനെ അറിയില്ലേ, റഫീഖിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു പുല്ലേപ്പടിയിൽ. അവിടെയായിരുന്നു എൻ്റെ താമസം. ഞാൻ അവൻ്റെ കൂടെയായിരുന്നു കിടക്കുക. രാത്രി അവൻ്റെ ഓഫീസിൽ ബാത്റൂം സൗകര്യമുണ്ട്. അത് ചെറിയ L ഷേപ്പിലാണ്. ബാക്കിൽ ഞാനൊരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ രാത്രി പടം എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാളും പായ വിരിച്ചിട്ട് അവിടെ കിടക്കും. അതാണ് ശരിക്കും ഒരു 5-6 മാസം ഞാൻ അവിടെയാണ് താമസിച്ചത് എറണാകുളത്തേക്ക് വന്നതിന് ശേഷം. പിന്നെയാണൊരു റൂം എടുത്തിട്ട് മാറി മോനെയും പിന്നെ വൈഫിനെയും കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ വർഷം മോളെ കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ മാറി ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വാങ്ങിച്ചു. ഇപ്പം എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ച് പോയി. നാട്ടിൽ ഒരു ചെറിയൊരു വീട് വെച്ചു. മോളൊക്കെ പ്രായമായി, കല്യാണ പ്രായമായപ്പം നല്ലൊരു വീട് വേണ്ട നിലയിൽ നാട്ടിൽ പോയി ഒരു വീട് വെച്ചു. അതൊക്കെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫിയും സുഹൃത്ത് ബന്ധങ്ങളുമാണ് തന്നെ. ഇപ്പം ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് ദുബായിൽ ഒരുപാട് സുഹൃത്തുക്കളാണ്. ഫൈസൽ ഖാനെ പോലെ അല്ലെങ്കിൽ തൽഹത്തിനെ പോലെയുള്ള ഫോറം ഗ്രൂപ്പ് തൽഹത്തുമായി അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ റിയാസ് കിൽട്ടൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഷംസുക്ക നെല്ലറ, ഫൈസൽക്കൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂർ എംപയർ, റിയാസ്, ഇവരൊക്കെ ഒരു സ്നേഹമാണ് ചില സമയം ഞാൻ ഈ നിലയിൽ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരു കഷ്ടപ്പാട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാവുന്നൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ എൻ്റെ പെരുമാറ്റവും എന്നോട് അവർ കാണിക്കുന്ന സ്നേഹവും അതൊക്കെ തന്നെയാണ്. അത് തീർച്ചയാണ്. നമ്മൾ തന്നെ ഇന്ന് പറയുമ്പോൾ തന്നെ JP ഒന്നും പറയാതെ തന്നെ നമുക്കൊരു സമയം തരുമായിരുന്നു. നല്ല തിരക്കുള്ള ആളാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വന്നാൽ ഏറ്റവും തിരക്കുള്ളത് JPക്കാന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ഫോൺ ചെയ്തപ്പോൾ തന്നെ അത് കൃത്യസമയത്തിന് മുമ്പ് വരുവാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നമ്മൾ ഏറ്റവും കൃത്യം സമയത്ത് എത്തുക. ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ ചില സമയം നമ്മൾ വിചാരിക്കാത്ത ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റുള്ള ഏറ്റവും നല്ല ചിത്രം കിട്ടും. നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദ്ഘാടന സ്ഥലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ചിലപ്പം നമുക്കൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന വർക്കുകൾ ചിലപ്പോൾ ഒരു ഷോപ്പ് ഓപ്പണിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫുൾ വൈഡ് പടങ്ങളൊക്കെ എടുത്ത് ആ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടെ എത്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ഘാടനം ആണെങ്കിൽ മിക്കപ്പോഴും ഡോറിനാണ് റിബൺ കിട്ടുക.
നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഒരു 4-5 പാർട്ട്നേഴ്സ് ഉണ്ടാവും ആ ഉദ്ഘാടനത്തിന്, അതിൻ്റെ ആ ഷോപ്പിന്. അപ്പോൾ എന്തായാലും അതിനകത്ത് കൊള്ളിക്കാൻ പറ്റില്ല. അവരെന്തായാലും ഈ ഒരു പടം പത്രത്തിൽ കൊടുക്കും, മീഡിയയിൽ കൊടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം റിബണൊക്കെ കുറച്ച് വലിയ റിബണാക്കി ഒക്കെ സൗകര്യത്തിന് വെച്ച് ആരൊക്കെയാണ് ഈ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ജെപിക്ക് പറയാൻ കഴിയുന്ന ഒരാളും കൂടെ. അതെ, അതിപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് വലിയവനാണോ ചെറിയവനാണോ നോക്കാതെ വലിയ ആളായിരിക്കും, ഒരു പിന്നെ വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ പറയുന്ന വിനയത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അവർക്ക് ഒരാജ്ഞാപിക്കുന്നത് പോലെ തോന്നാത്ത രീതിയിൽ നമ്മളത് പറയുക എന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറയുടെ മുമ്പിൽ എല്ലാവരും വണങ്ങും, അല്ലേ? നമുക്കൊരു പടം സർ പ്ലീസ് ആ ഒരു പ്ലീസിൽ അവർ നമ്മുടെ ആവശ്യത്തിന് നിൽക്കും. നമുക്ക് പടം കിട്ടുക എന്നുള്ളതാണ് ഇവര് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അപ്പം അത് ചില സമയം അതിനൊരു സൗകര്യത്തിന് ആരൊക്കെയാണ് വേണ്ടത് അതിനൊക്കെ നിർത്തി. അതുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വൈറലായൊരു ഇത് പറഞ്ഞുതരാം. കല്യാൺ സിൽക്സിൻ്റെ പേടിപ്പിക്കല്ലേ ജെ പി എന്ന് ഇവൻ പറയുന്നുണ്ട്, ആര് രാജു പറയുന്നൊരു ഷോട്ടുണ്ട്, പേടിപ്പിക്കല്ലേ ജെ പി. ഞാനിങ്ങനെ ഇതേപോലെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ കല്യാൺ സിൽക്സിൻ്റെ പട്ടാഭിരാമൻ സാറുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യമാരെല്ലാവരും ഉണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആൾക്കാരുടെ ഫ്രെയിമിൽ കൃത്യമായിട്ട് ഉണ്ടാവണേ എന്നുള്ളൊരു മുൻധാരണ നമുക്ക് തരുമല്ലോ, ഇന്ന ആളൊക്കെയാണ് വേണ്ടത്, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതിനിടയിലാണ് ഈ പിന്നെ റിബൺ കട്ടേൻ്റെ ഇതും കൊണ്ട് കൊടുത്തിട്ട് കുട്ടി നിൽക്കണേ. മാറുന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ് എന്തോ ഒരു ഇറിറ്റേഷനായെന്ന് തോന്നുന്നു. നമ്മുടെ ശബ്ദം ചില സമയം നമുക്കത് കിട്ടൂലേ എന്നുള്ള പേടിയിൽ ചില സമയം നമ്മുടെ ശബ്ദം കുറച്ച് കൂടുതലാവും. അപ്പം കട്ട് ചെയ്യുന്നത് ജെ പി പേടിപ്പിക്കല്ലേ ജെ പി രാജു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പക്ഷെ ആ നിമിഷത്തിൽ കൂടെ ഉള്ളവരെല്ലാവരും ചിരിച്ചു. ഏറ്റവും നല്ല ചിത്രം കിട്ടി, ഏറ്റവും സൂപ്പർ ഫോട്ടോസ് കിട്ടി. അപ്പം അതൊക്കെ ഒരു ഇതുപോലെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ കല്യാണത്തിന് വന്ന സമയത്ത് പിന്നെ മമ്മൂക്കയും ലാലേട്ടനും ഉള്ള പടം എടുക്കാൻ പറ്റി, ഫാമിലി പടം എടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഏകദേശം ഇങ്ങനെ പടം എടുക്കുന്ന ഏകദേശം 5-8 പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 6-ാമത്തെ 7-ാമത്തെ ഒന്നിച്ചുള്ള പടം ഫാമിലി ആയിട്ട് എടുക്കുന്ന ആദ്യത്തെ പടം. അതൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് നോക്കിക്കൊണ്ട് ചെയ്ത് നമുക്ക് കിട്ടാതെ പറയുന്നതൊരു അതും ഇതേപോലെ തന്നെ 2 മില്യൺ പിന്നെ വ്യൂസായി ആ വീഡിയോ. സങ്കടം വന്നിട്ടുണ്ടല്ലോ, ഒരു പടം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നമ്മുടെ ക്യാമറയിൽ പതിയാതെ പോയൊരു സംഭവം ഉണ്ടോ? അല്ല, അത് എപ്പോഴും ഉണ്ടാവും. എന്താ അറിയോ, അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതായിരിക്കും. അല്ല, അങ്ങനെയല്ല. അതെന്താ അറിയോ, നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ റിഹേഴ്സൽ ചെയ്യുന്ന പോലും ക്യാമറയോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. എവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല റിയാക്ഷനിലൊരു പടം കിട്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഡിജിറ്റൽ വന്നതോടുകൂടി അത് കുറച്ചും കൂടി സൗകര്യമായി. അപ്പം ഞാൻ ഈ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലെൻസ് 70-100 2.8 ഒരു ലെൻസ് ഉണ്ട്. അതാണ് ഇതിനകത്ത് നമുക്ക് വൈഡ് എടുക്കാൻ പറ്റും, അത്യാവശ്യം ടൈറ്റ് എടുക്കാൻ പറ്റും, ക്ലോസ്. ഈ ഒരു റിഹേഴ്സലിൽ നമ്മൾ ആവശ്യമുള്ള പടം ഫൈനൽ ആകുമ്പോഴേക്ക് നമ്മൾ ഇത്ര പോയിന്റുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടാവും. എവിടെയൊക്കെയാണ് വേണ്ടത്, പോസ്റ്റർ ഏതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷൻ ഉള്ളൊരു ഏരിയയിൽ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ടാവും. അത് അങ്ങനെ എടുക്കും. പക്ഷേ പിന്നെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ സിനിമയിൽ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ സാർ ഒരു സ്റ്റില്ല് വേണമെന്ന് പറയാം. അവിടെ ഒരു സ്റ്റില്ല് പറഞ്ഞ സ്റ്റില്ല് പോലെ എടുക്കാം. മറ്റൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പം ലൈറ്റൊക്കെ ഇല്ലാത്ത സമയത്ത് ചില സമയം നമുക്ക് അങ്ങനെയും ഫോട്ടോ എടുക്കാൻ പറ്റൂല. ചിലപ്പം ക്യാമറ അത്രയും ഇടുക്കിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, അടുത്തൊന്നും നിൽക്കാൻ പറ്റൂല. അപ്പം നമുക്ക് അടിഞ്ഞിട്ട് ഷോട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സിനിമയായിരുന്നു ഇവർ എന്ന് പറഞ്ഞത്, രാജകുമാർ സാറിൻ്റെ ഇവർ. അത് പിന്നെ സ്റ്റഡി ക്യാമിലായിരുന്നു ഫുള്ള് സിനിമ. ഒരു ഷോട്ട് ഒരു സീനാണ്, ഒറ്റ സീന് ആ സ്റ്റഡി ക്യാമിൽ ഫുള്ള് കറങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതും ഫിലിമിലായിരുന്നു. ഒരിക്കലും പിന്നെ കറങ്ങി തിരിച്ച് എത്താൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പേപ്പറും പെൻസിലുമായിട്ട് മോണിറ്റർ എടുത്ത് നിൽക്കും. എന്നിട്ട് എവിടെയൊക്കെയാണ് 2 ഷോട്ട് വരുന്നത്, 3 ഷോട്ട് വരുന്നത്, ക്ലോസ് വരുന്നത്, സാർ ഇത് കഴിഞ്ഞ സാർ സ്റ്റിൽ അവസാനം പിന്നെ എന്നോട് പറയാമോ എനിക്ക് സ്റ്റിൽ ക്യാമറയിലും അഭിനയിക്കണോ, ജയറാമേട്ടൻ പറഞ്ഞതാണ്. ജയറാമേട്ടൻ പറയുന്നത് പിന്നെ ഇതിലും അഭിനയിക്കണം. അതും ആദ്യത്തെ ടേക്കിലാവില്ലല്ലോ, റിഹേഴ്സ് ചെയ്യണ്ടേ, ഓരോരോ പോയിന്റും കണ്ടെത്തണ്ടേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അഭിനയമുണ്ട്, സ്റ്റില്ലിന് വേണ്ടിയിട്ടുള്ളൊരു അഭിനയമുണ്ട്. അപ്പം അതൊക്കെ ഒരു കൗതുകം. അല്ല, ഞാൻ ചോദിച്ച ഏറ്റവും നമുക്കൊരു സങ്കടം എൻ്റെ ഫ്രെയിമിൽ കിട്ടിയില്ലല്ലോ എന്ന് തോന്നിയ ഒരു ഓർമ്മ അങ്ങനെയായിട്ട് പെട്ടെന്നൊരു ഉണ്ടാവും. എന്തായാലും ഇല്ലാതിരിക്കുമല്ലോ. കാരണം
അങ്ങനെയുള്ള ചില സമയം ഇതുപോലെ തന്നെ ടെക്നിക്കലി എന്തെങ്കിലും എറർ വന്ന് ചിലപ്പോൾ ഒരു ഫോട്ടോ ഷെയ്ക്ക് ആയതും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരാമല്ലോ, അങ്ങനെ വരാമല്ലോ. അത് സ്വാഭാവികമാണ്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ സങ്കടം വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൺ മാൻ ഷോ സാധനം ചെയ്യുന്ന സമയത്ത് ആ പടത്തിൻ്റെ പിന്നെ ലാൽ സാറിനായിരുന്നല്ലോ, ലാൽ സാറിൻ്റെ പടമായിരുന്നു. അങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ സുലേട്ടനായിരുന്നു, പൊള്ളാച്ചിയിലാണ് ഷൂട്ട്. അപ്പം അതിൻ്റെ ക്ലൈമാക്സ് നമ്മുടെ ഇതാണല്ലോ, കോടീശ്വരൻ പരിപാടിയുടെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ അന്ന് കുറച്ച് കൂടുതൽ പടം എടുത്തു. കാരണം ആ പടം ഹിറ്റായിരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റിൽസ് ഉപയോഗിക്കുന്നത് അതിലായിരിക്കും. അപ്പോൾ സുല്ലേട്ടനും ഇല്ല. അപ്പം ഗിരീഷ് വൈക്കം നന്നായിട്ട് ചൂടായി എന്നോട്, എത്ര ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ പൈസ തരൂല. നമ്മൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമല്ലേ, ഇതിലത്തെ പൈസ കൊടുക്കണം. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നതും ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് ഞാൻ കരയായിരുന്നു. അന്ന് ഇവരെല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് പാർട്ടി അടക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇരുന്ന് കരയായിരുന്നു. അത് തന്നെ ഒരുപാട് മേക്കപ്പ് പാർട്ടിക്ക് പോയില്ല. കാരണം അന്ന് സങ്കടത്തിലോ ഇരിക്കുക, പൈസ ചില സമയം കയ്യിൽ നിന്ന് പൈസ കൊടുക്കണമെന്ന്. പിന്നെ സുല്ലേട്ടനൊരു പ്രത്യേക പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദേഷ്യം വളരെ പെട്ടെന്ന് വരുന്ന ഒരാളാണ്. അപ്പം അത് കണ്ടിട്ട് അന്ന് എന്നോട് പിന്നെ നമ്മുടെ ഇവനല്ലേ സോഹൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് നിങ്ങളുടെ ആ വന്ന കണ്ണുനീരില്ലേ, നിങ്ങളൊരു വലിയൊരാളാവുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ സോഹൻ അത് പറഞ്ഞത് എന്നോട്. അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. അതേപോലെ തന്നെ പിന്നെ വൺ മാൻ ഷോ ചെയ്യുന്ന സമയത്ത് രാജു വീഴുന്നത് ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ അന്ന് ഡീറ്റെയിൽ ക്യാമറ മേക്കപ്പേൻ്റെ ഇവിടെ രാമോജി ഫിലിം സിറ്റിയിൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റി വീഴുക. അപ്പം അയ്യോ എന്നില്ല സൗണ്ട് ഞാൻ ആ ക്യാമറയിൽ കേൾക്കാം ആ വീഡിയോയിൽ. അതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. അതേപോലെ തന്നെ പിന്നെ രണ്ടുപേരും പിന്നെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞ സിനിമ പിന്നെ ഇന്ദ്രജിത്തും പിന്നെ ജയറാമേട്ടനും നടന്നു വരുന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ സെറ്റ് ചെയ്ത് നടന്നു വരുന്ന നമ്മുടെ തൃപ്പൂണിത്തുറ പാലസിന്റെ മുമ്പ് അവിടെ ഒരു വലിയൊരു കുളം പോലെ ഒരു കിണറുണ്ട്. ഞാനിങ്ങനെ അവിടെ നിന്ന് പടങ്ങൾ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കലി പുറകോട്ട് പോവുക. ഇവർ നടന്നു വരുന്നത് സൂം ഇട്ടിട്ട് ഇങ്ങനെ കിടക്കട അടിച്ചോണ്ടിരിക്കുക. ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജെ പി അവിടെ നിൽക്കുക പറഞ്ഞു. നിന്നു. എൻ്റെ അടുത്ത് വന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇനി നോക്കിയിട്ട് വന്നാണ്, ബാക്കിൽ നോക്കി പറഞ്ഞു കിണറ്. അങ്ങനെ അതൊക്കെ ഒരു അതെ അതൊക്കെ നമ്മൾ പടത്തിന് വേണ്ടിയിട്ടുള്ള അന്ന് ഒരു ഫോട്ടോസ്, അതൊരു പോസ്റ്റർ, നമ്മുടെ ലക്ഷ്യം പോസ്റ്ററാ. അതേ ഓരോരോ ചിത്രങ്ങളും പഴയ ചിത്രങ്ങളായാലും എല്ലാം അന്ന് എടുത്തു വെച്ചാൽ മതി. ആ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ പേര് കൊടുത്താൽ മതി. അങ്ങനെയുള്ള അതേപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു സത്യനന്ദിക്കാട് സാർ. സത്യേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും സത്യേട്ടൻ്റെ ലൊക്കേഷനിലൊക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ മാഗസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെ വർക്ക് ചെയ്യാൻ പോകും. രസകാന്തരം പോയിട്ടുണ്ട്. അതേപോലെ ദിലീപേട്ടൻ്റെ പടമില്ലേ, അത് വിനോദയാത്ര, അതിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എടുത്ത പടം ഇപ്പോഴും ഉണ്ട് കയ്യിൽ. പിന്നെ രസകാന്തരത്തിലെ ഫോട്ടോ ഉണ്ട്. കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പറയണത്. പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ ഇളയരാജ സാറ് കാണണം എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഫോട്ടോ എടുക്കണമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്നാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ ഭാഗ്യദേവതയുടെ ഇത് നടക്കുക, കമ്പോസിങ് നടക്കുക ആലപ്പുഴയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് നീ ഇത്രയും പെട്ടെന്ന് വേഗം എത്തിക്കോ, കാറും കൊണ്ടുപോവാ, ഞാൻ നിന്ന് വരുന്നുണ്ട്, അതിൽ കയറാം എന്ന് പറഞ്ഞു. ഞാൻ ചാടിപ്പോയി. അങ്ങനെ അവിടെ എത്തി, ബോട്ടിൽ കയറി. സാറ് കയറിക്കോ പറഞ്ഞു. കയറി ഫോട്ടോ ഒക്കെ ഇങ്ങനെ സാറിൻ്റെ അത് ഇങ്ങനെ ഇടയിലൊക്കെ എടുത്ത് എന്നെ സാറെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് പടങ്ങളൊക്കെ എടുത്ത് സൗകര്യം പോലെ അങ്ങ് കാണിച്ചോ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കും, ഓരോരോ ഇങ്ങനെ എടുത്തെടുത്ത് എങ്ങനെയെങ്കിലും അടുക്കണ്ടേ, സാറുമായിട്ടൊരു ഇൻട്രാക്ഷൻ കിട്ടണ്ടേ. അങ്ങനെ വന്ന് ഒരു പടമൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാൻ തുടങ്ങി. പുള്ളിയുടെ കൈയിൻ്റെ ഷോട്ട്, കൈ ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ ഹാർമോണിയം വായിക്കുന്ന സമയത്ത് കൈ മാത്രം കേടൊരിടത്ത് കാണിച്ചു. സാറിന് ഇഷ്ടമായി.
അങ്ങനെ പറഞ്ഞ ആള് പിന്നെ എൻ്റെ ആളായി മാറി, സാറ് എൻ്റെ ആളായി മാറി. അങ്ങനെ തിരിച്ച് വന്ന് കഴിഞ്ഞറിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു പിന്നെ ഇതുണ്ട്, സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഈ പിന്നെ കായലുമായിട്ട് തുല്യ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാം, അവിടെ ഒരു വലിയൊരു തെങ്ങുണ്ട്, നീ അവിടെ വെച്ചിട്ട് പടം എടുക്കണം. നമ്മളെടുക്കാം. അങ്ങനെ പിന്നെ സാറ് പറഞ്ഞ എന്താ ഫ്രെയിം എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പുറത്തൊരു കാളവണ്ടി ഉണ്ടായിരുന്നു, മുഹമ്മേല, അവിടെ വെച്ച് പടം എടുത്തു. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു നല്ലൊരു ആൽബാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് സാറിന് കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേത്തെ തവണയുള്ള സിനിമ, അതും കഴിഞ്ഞിട്ട് മറ്റേ പുതിയ തീരങ്ങൾ, അതെടുക്കുന്ന സമയത്ത് ഇതേപോലെ വിളിച്ചു. അന്ന് ഇളയരാജ സാറുണ്ട്, പിന്നെ ബെന്നി പി നായരമ്പലമുണ്ട്, സത്യേട്ടനുണ്ട്, കൈതപ്പുറമുണ്ട്. ഈ 4 പേരും സോങ്ങൊക്കെ കമ്പോസിങ് കഴിഞ്ഞ് ഒരു കടലിൻ്റെ തീരത്തൊക്കെ നടന്നു വരുന്ന ഫോട്ടോ, അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ സാറ് എന്നോട് ഈ പടം, ആദ്യത്തെ പടം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാമറ വേണം. അങ്ങനെ നിക്കോൺ കാനോണിൻ്റെ പിന്നെ മാർക്ക് 2 എന്ന് പറഞ്ഞിട്ടൊരു, മാർക്ക് 3 2 ആണെന്ന് പറഞ്ഞിട്ട് മാർക്ക് 4 ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ ക്യാമറ വാങ്ങിച്ചു കൊടുത്തു സാറ്. ഇന്നടുത്തുനിന്ന് പറഞ്ഞ് അങ്ങനെ മദ്രാസിൽ നിന്ന് അർഷു എന്ന് പറഞ്ഞ ഒരാളടുത്തുനിന്ന് അത് സെറ്റാക്കി കൊടുത്തു, ഡിജിറ്റൽ ക്യാമറ. ഒക്കെ അങ്ങനെ ഈ ഇടയിൽ വിളിച്ചാലൊക്കെ തിരക്കാണോ എന്നൊക്കെ ചോദിക്കും. കഴിഞ്ഞ് സാറ് പിന്നെ ജോമോൻ്റെ സുവിശേഷമാണ് ഞാൻ സാറിൻ്റെ കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമ. പിന്നെ ആദ്യത്തെ സത്യേട്ടൻ്റെ കൂടെ ചെയ്യുന്ന ആദ്യത്തെ സിനിമ. അപ്പം അതും ഒരു വലിയൊരു ഇതായിരുന്നു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്, സാറിൻ്റെ ഓരോരോ പോസ്റ്ററും ഓരോരോ ഫ്രെയിമാണ്. ക്യാമറമാൻ കുമാർ സാറായിരുന്നു. അപ്പോൾ കുമാർ സാറിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എൻ്റെ നമ്മളിങ്ങനെ എത്ര കണ്ടാലും മതിയാവാത്ത പിന്നെ ദിലീപേട്ടൻ്റെ പടത്തിലും അങ്ങനെ ഒരുപാട് സിനിമകൾ. അങ്ങനെ മീശമാധവൻ്റെ ഒക്കെ ഫ്രെയിമുകൾ ഓർമ്മയുണ്ടല്ലോ. അപ്പം അത് കൂടെ വർക്ക് ചെയ്യാന്നുള്ളതൊരു വലിയൊരു ഇതല്ലേ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു ജോമോൻ്റെ ഒരുപാട് പോസ്റ്റർ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. 300 രൂപയിൽ തുടങ്ങി 300 രൂപയിൽ തുടങ്ങി. അതെ, പ്രവാസി ജീവിതത്തിൽ നിൽക്കുകയാണ് ഇപ്പം അല്ലെ. 25 വർഷം പിന്നിട അല്ലേ. അതെ, അടുത്ത ഉടനെ 25 വർഷം, അടുത്ത വർഷം 25 ആകുകയാണ്. ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി, ഒന്ന് മുമ്പിലേക്ക് നോക്കിയാൽ നമ്മൾ ഇവിടെ വരെ എത്തുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം ഞാനൊരു കല അല്ലെങ്കിൽ കലയെക്കുറിച്ച് അറിയുന്ന ഒരു കുടുംബത്തിൽ നിന്നൊന്നും വന്ന ഒരാളല്ല. ഞാനൊരു സാധാരണ ഒരു കച്ചവടക്കാരൻ്റെ മകനായിട്ട്, ഒരു കച്ചവടക്കാരനായിട്ട് വന്ന ഒരാളാണ് ഞാൻ. കുടുംബത്തിൻ്റെ ബാധ്യത കേറ്റ് അന്ന് ഞങ്ങൾ മൊത്തം 9 പേരാണ്. മൂത്തത് ചേട്ടൻ, അതിനിടയിൽ 7 സിസ്റ്റേഴ്സ്, ഏറ്റവും ഇളയത് ഞാൻ. അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി മരിച്ചു പോയിരുന്നു. പിന്നെ 4 സിസ്റ്റേഴ്സ് കല്യാണം കഴിഞ്ഞു, 2 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും പിന്നെ കായികമായിട്ടും ആവുന്ന രീതിയിലുള്ള ഒരു സഹായമൊക്കെ ചെയ്തിട്ടാണ് ആ കുടുംബത്തിന് അന്ന്. അമ്മ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. എൻ്റെ കൂടെയല്ല, ചേച്ചിയുടെ കൂടെ ഉണ്ട് നാട്ടിൽ. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, 93 വയസ്സായി. അച്ഛൻ 63ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ സിനിമയിലൊക്കെ പോകണ്ടെന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും, പക്ഷേ സിനിമയും എൻ്റെ ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ദുബായിൽ വന്നിട്ട് കിട്ടിയ ഒരു സുഹൃത്തുക്കൾ, അതൊക്കെ തന്നെയാണ് ഇന്നും ഓർമ്മയിലും. അല്ലെങ്കിൽ അവരോടൊക്കെ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. സിനിമയാണ് അതിലേക്കുള്ളൊരു റൂട്ട് തന്നത്. ആദ്യമായിട്ടൊരു ഫോട്ടോഗ്രാഫി. ഇപ്പം അന്ന് പിന്നെ ഞാനും പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണദാസ് എന്ന് പറയുന്നത് പയ്യന്നൂർ കോളേജിൽ ഒന്നിച്ചു പഠിച്ചതാണ്. അവൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അവൻ എടുക്കുന്ന ഇതിൽ ഓട്ടോ ഫോക്കസിലായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാറ്. അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ, സംഘ സ്റ്റുഡിയോ എന്ന് ആനേട്ടൻ്റെ അടുത്ത് പറയും പിന്നെ ഒന്ന് എടുത്തായിരുന്നെന്ന്. അവിടുന്ന് ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങിച്ചു തന്ന മണിച്ചേട്ടൻ, എൻ്റെ ഒരു ബന്ധുവാണ് മണിയേട്ടൻ. മണിയേട്ടന് ആഷിക് FX 2000 സൂപ്പർ എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് ആദ്യമായിട്ട് വാങ്ങിച്ചിരുന്നത്. ഈ ക്യാമറ വെച്ച് നമ്മൾ പടം എടുക്കാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. എനിക്ക് ഫോട്ടോഗ്രാഫീനെ കുറിച്ച് ആ ക്യാമറ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല, എങ്ങനെ എടുക്കേണ്ടതൊന്നും അറിയില്ല. പക്ഷേ പിന്നെ ഒരു മസാല ദോശ വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അബ്ദുറഹ്മാൻ, അവനിവിടെ ഇന്നുണ്ട്. എനിക്കൊന്ന് 92 ക്യാമറ കിട്ടിയിട്ട് പിറ്റത്തെ 3ാമത്തെ മാസം ഞാൻ കല്യാണ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അതേപോലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുപാട് ആൾക്കാരോട് കടപ്പെട്ടിരിക്കണം. കമൽ സാറ്, സിബി സാറ്, ആദ്യത്തെ പടം തന്ന സിബി സാറ്, കമൽ സാറിൻ്റെ 15 സിനിമകൾ, ഒരുപാട് ഡയറക്ടർ, ഷാഫി,
പിന്നെ രാജീവ് കുമാർ, ജയരാജ് സാറ്. ഞാൻ കമൽ സാറിന്റെ ഈ പടത്തിന്റെ പാക്കപ്പ് പാർട്ടി പോയപ്പോൾ ജെപിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഞങ്ങള് ലാസ്റ്റ് ദിവസം ഞാനുണ്ടായിരുന്നു ഒരു ഫംഗ്ഷനൊക്കെ. അപ്പം ജെപിനെ കുറിച്ച് കമൽ സാർ എന്നോട് സംസാരിച്ചു. ആണല്ലേ? സാറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് മനസ്സിൽ എന്ത് കാണുന്നതെന്ന് നമ്മൾ ക്യാമറയുടെ അടുത്ത് ഇരുന്നിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സാറിൻ്റെ ഒരു റിയാക്ഷനിൽ നമുക്കറിയാം. തല ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ അറിയാം ചാലെന്ന്. ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. മമ്മൂക്കയുടെ രാപ്പകൽ നടക്കുന്ന സമയത്ത് പിന്നെ മമ്മൂക്കയും ശാരദാമ്മയും നയൻതാരയും ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാം. ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ നടന്ന് ട്രാക്ക് ഇട്ടിരിക്കുക, ലൈറ്റും പോവാറായി. അപ്പം ഞാൻ ഡിജിറ്റൽ ക്യാമറയാണ്. അപ്പോൾ വന്ന് മമ്മൂക്കാനെ ഡീറ്റെയിൽ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം മതിയായിട്ട് കിടക്കല്ലേ. അപ്പം ഞാൻ ഫോട്ടോസ് ഇടയിൽ കൊണ്ട് കാണിക്കും. ജെപി കുറെ നേരം നീ കൊണ്ട് എന്നെ കൊണ്ട് പറഞ്ഞ് മാറി കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്ത് എന്നെ അങ്ങോട്ട് വിളിച്ചു. ഫോട്ടോ എടുത്താ നിന്നെയല്ലേ ചീത്ത പറയാൻ പറ്റുമോ? അവർ ചീത്ത പറയാൻ പറ്റുമോ? ശരിയാണ്, ആ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞു നീ കൃത്യമായിട്ട് എടുത്തില്ല, എല്ലാം എടുത്തില്ല. ഞാൻ പറഞ്ഞു എടുത്തു. ഇപ്പം സാറിൻ്റെ കൂടെ എന്ന് പറയുന്നത് സാറ് പടം കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോ കാണുക. പിന്നെ ലാൽ ജോസിൻ്റെ ഇവിടുത്തെ അതൊക്കെ അവർക്ക് എന്ത് വേണം ആ സെക്ഷൻ അവർക്ക് നോക്കേണ്ടി വരില്ല. അതാണ് അതൊരു ഇന്നത്തെ ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെയാണോ എടുക്കുന്നതെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അവർ പല ആംഗിളിലും എടുക്കും. അങ്ങനെ അതൊരു പക്ഷെ അന്നത്തത് ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് എൻ്റെ തലമുറയ്ക്ക് മുമ്പിലുള്ളവർ NL ബാലകൃഷ്ണൻ പോലെയുള്ള സൂര്യ പീറ്റർ, സൂര്യ ജോൺസ്, അവരെ പോലെയുള്ള ഒരുപാട് മോമിച്ചേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. ഇവരൊക്കെ അന്ന് രാത്രി ഷൂട്ട്, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്ത് അത് അല്ലെങ്കിൽ കളർ പ്രിൻ്റർ ബാത്റൂമിൽ സെറ്റ് ചെയ്യും. ലാബ് ലൈറ്റ് ഇരുട്ട് വേണ്ടേ, ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ട് രാവിലെ പ്രിൻ്റ് അടിച്ചിട്ട് കളർ പ്രിൻ്റ്, ചിലപ്പം കളർ പ്രിൻ്റ് ഓടിക്കേണ്ടി വരും. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ച് കൊണ്ടുപോകണം രാവിലെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. ആ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലമാണ് JP. അതെ അല്ലേ? അതെ. ഇപ്പൊ JPനെ എനിക്ക് കാണണം, എവിടെ ഒന്ന് കണ്ടു. എനിക്ക് JPയുടെ കൂടെ കുറച്ചും സംസാരിക്കണം. ഒരു ഇന്റർവ്യൂ അല്ല ഉദ്ദേശം, സംസാരിക്കണം. ഇങ്ങനെ ആരെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് കഥകൾ എനിക്കൊന്നും JP ഇനിയും JPക്ക് പറയാനാണ്. എന്തെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. JPക്ക് ഒത്തിരി പറയാനുണ്ട്. നമുക്കും സമയം വരുന്നുണ്ട്. JPക്ക് പോകേണ്ട സമയം. JP ഒത്തിരി സന്തോഷം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. JPയെ അറിയാത്ത തലമുറ ഇപ്പോൾ ഉണ്ട്. JP അറിയില്ലാത്ത തലമുറ ഉണ്ട്. JP എന്ന് കേട്ടിട്ടുള്ള വാക്കുകൾ കേട്ടവരുണ്ട്. പക്ഷെ അവർക്കൊന്ന് നേരിട്ട് JPയെ കാണുന്നുള്ള അവസരമാണ് ഇപ്പൊ ഇതിൽ കൊടുക്കുന്നത്. സന്തോഷം, ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാം. കാരണം പഴയതിലേക്ക് നമ്മൾ പോകാന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ സാറിൻ്റെ ഞാൻ കൂടെ 2 സിനിമകളാണ് വർക്ക് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്ന് പറയുമ്പോഴും നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും. അപ്പം സാറിന് സിനിമയിൽ എപ്പോഴും പുറത്ത് കാണുന്നത് പിന്നെ ഡിസൈനർ സെലക്ട് ചെയ്ത് തരുന്ന നമ്പറും അവന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ മാത്രമാണ് അവൻ പോസ്റ്റർ ചെയ്യുന്നത്. അത് മാത്രമേ പുറത്ത് കാണുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഫോട്ടോകൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഈ പറയുന്ന 50 റോൾ ഫിലിമിൽ എടുത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടാവും. അവന് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പടം ഉണ്ടാവും. അപ്പം അത്തരം പടങ്ങൾ, അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ എല്ലാ നെഗറ്റീവ് സ്കാനർ വാങ്ങിച്ചിട്ട് ഡിജിറ്റലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസിൽ സാറുള്ള പടങ്ങളൊക്കെ, ബാലേന്ദ്രൻ സാറുള്ള പടങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഫൈലർക്കാരുടെ വെഡിങ്ങിന് വന്ന സമയത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇത് കാണിച്ചു. അത് കഴിഞ്ഞ് രാപ്പകലത്തത് കാണിച്ചു. മമ്മൂക്കയുടെ കൂടെ ആ പോത്തോട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഓടി വരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന ഒരു 10-20 അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ എൻ്റെ ചിന്തകൾ പഴയ ഇതിലേക്ക് കൊണ്ടുപോകാൻ JPക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാറിൻ്റെ എങ്ങായിട്ടുള്ള 20 വർഷം മുന്നേ ഉള്ള ഫോട്ടോസാണ് ഞാൻ കാണിച്ചത്. 2003 നമ്മൾ നടക്കണേ. അതിനുശേഷം 2005 ഇത് നടക്കണേ. ഏകദേശം 20 വർഷത്തോളം മുന്നേ ഉള്ള ചിത്രങ്ങൾ. അപ്പം സാറ് പറഞ്ഞു, എനിക്ക് ആ ദിവസങ്ങളിലേക്ക് എൻ്റെ ഇത് പോയി.